ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തീരുമാനം രാഹുൽ ഗാന്ധിക്ക് വിട്ട് കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും എംഎൽഎമാരുടെ മനസ്സ് നേരിട്ടറിയണമെന്ന് AICC നിരീക്ഷകർക്ക് നിർദ്ദേശം നൽകി രാഹുൽ ഗാന്ധി. 2 മണിക്കൂർ നീണ്ട ചർച്ചയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ച രമേശ് ചെന്നിത്തല. ശരത് ലാൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, ഈ കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ആ ചർച്ചയിൽ ഈ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായില്ല എന്ന് മനസ്സിലാക്കുകയാണ്. എന്തായാലും എല്ലാ എംഎൽഎമാരുടെയും മനസ്സറിയണം എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. രാഹുൽ ഗാന്ധിയിലേക്ക് ആ തീരുമാനം വിടുകയാണ് നേതാക്കൾ. എന്തായാലും നിരീക്ഷകരോടും പറഞ്ഞിരിക്കുന്നത് എല്ലാവരോടും ഈ കാര്യം ചർച്ച ചെയ്തതിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് പോകാമെന്നതാണ്. ഇപ്പോഴും ആ തീരുമാനത്തിലേക്ക് ഒരു അന്തിമമായി ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഇനി നാളെ നിരീക്ഷകർ സംസാരിക്കുന്നതിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. രുചീഷ, അതുതന്നെയാണ്. കാരണം ഈ രണ്ട് നേതാക്കളും തങ്ങളുടെ അവകാശവാദം, മുഖ്യമന്ത്രിയുമായുള്ള അവകാശവാദം, തങ്ങളുടെ ക്ലെയിം രാഹുൽ ഗാന്ധിക്ക് മുമ്പിൽ വെച്ചു. ആ സമയത്താണ് ഇരു നേതാക്കളുമായി ചർച്ച ചെയ്ത് ഒരു സമവായത്തിലെത്താനുള്ള ഒരു നീക്കം രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു. എന്നാൽ ആ കാര്യത്തിൽ ഇരു നേതാക്കളും തങ്ങൾക്ക് തന്നെ തങ്ങളുടെ അവകാശവാദങ്ങൾ രാഹുൽ ഗാന്ധിക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഇതുകൊണ്ട് തന്നെയാണ് തീരുമാനം രാഹുൽ ഗാന്ധിക്ക് വിടാൻ ഇരു നേതാക്കളും തയ്യാറായത്. ഇനി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക രാഹുൽ ഗാന്ധി ആയിരിക്കും. രാഹുൽ ഗാന്ധി തീരുമാനമെടുക്കുന്നത് അത് കേരളത്തിലെ എംഎൽഎമാരുടെ മനസ്സറിഞ്ഞായിരിക്കും എന്നതാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ എംഎൽഎമാരെ സ്വകാര്യമായി കണ്ട് എംഎൽഎമാരെ ചർച്ച നടത്തി എംഎൽഎമാരുടെ മനസ്സിൽ എന്താണ്, ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഒരു തലയെണ്ണൽ നടക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് വേണം പറയാൻ. ഇന്ന് ഉച്ചയ്ക്ക് 3:30 മണിക്ക് നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അതുപോലെ തന്നെ അജയ് മാക്കനും കേരളത്തിലേക്ക് പോവുകയാണ്. അവർക്ക് യോഗത്തിൻ്റെ മുൻപേ നൽകിയ നിർദ്ദേശം എംഎൽഎമാരെ മനസ്സ് വ്യക്തമായി അറിയുക, അതനുസരിച്ചിട്ട് രാഹുൽ ഗാന്ധി ഒരു തീരുമാനമെടുക്കും. അതുമാത്രമല്ല, AK ആന്റണി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ, മുൻ KPCC അധ്യക്ഷന്മാർ ഇവരുടെ തീരുമാനമെടുക്കും. VN സുധീരൻ, അതേപോലെ തന്നെ AK ആന്റണി, അതേപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള മുഴുവൻ ഇപ്പോൾ രമേശ് ചെന്നിത്തല ഇപ്പോൾ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി രമേശ് ചെന്നിത്തല ഖാർഗെയുടെ വസതിയിലാണ് ഉള്ളത്. കാരണം കെ.സി. വേണുഗോപാലും രാഹുൽ ഗാന്ധിയുമുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് നേരിട്ട് ഒറ്റയ്ക്ക് തന്നെ കേരള 10ാം നമ്പർ ജനബൽ നിന്ന് നേരത്തെ തന്നെ അദ്ദേഹം ഇവിടെ എത്തിയത്, ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്താൻ എത്തിയത്. തൻ്റെ അവകാശവാദം ഖാർഗെയോടും അദ്ദേഹം ആവർത്തിക്കും എന്ന് തന്നെയാണ് നമുക്കറിയുന്നത്. ഏതായാലും ഇപ്പോൾ ഖാർഗെയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയാണ് രമേശ് ചെന്നിത്തല. രുചീഷ, ഇതിൽ വളരെ പ്രധാനമാണ് തീരുമാനം രാഹുൽ ഗാന്ധിക്ക് വിട്ടത്. ഇനി ഹൈക്കമാൻഡ് കോർട്ടിലാണ് പന്ത്. ഹൈക്കമാൻഡ് അതിനുള്ള നടപടിക്രമങ്ങൾ രാഹുൽ ഗാന്ധി എടുക്കും. അതിലൊരു പക്ഷപാതം കെ.സിയും രമേശ് ചെന്നിത്തലയും ഡൽഹിയിലുള്ളപ്പോഴും VD സതീശൻ തലസ്ഥാനത്ത് തന്നെ നിൽക്കാനാണ് തീരുമാനം. ഇനി ഈ നിരീക്ഷകരായി വരുന്ന ആളുകളോട് സംസാരിക്കുന്നതോടൊപ്പം ഇവിടെയുള്ള ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ടും സംസാരിക്കുകയാണ് VD സതീശൻ. അതെ, അത് മാത്രം VD സതീശൻ തിരുവനന്തപുരത്ത് ഇന്നലെ കൊച്ചിയിലുണ്ടായിരുന്ന ഇന്ന് രാവിലെ തന്നെ നിരീക്ഷകർ മുഗൾ വാസിനെ വിളിക്കുകയും വൈകുന്നോട് കൂടിയിട്ട് തിരുവനന്തപുരത്ത് എത്തണമെന്ന് ആവശ്യപ്പെടുകയും രാവിലെ ചെയ്തിരുന്നു. അതേപോലെ തന്നെ മുഴുവൻ MLA-മാർക്കും ഘട്ടം ഘട്ടമായി തിരുവനന്തപുരത്ത് 2 ദിവസമായി 48 മണിക്കൂർ കൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് തിരുവനന്തപുരത്ത് എത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. MLA-മാരുടെ MLA ഒറ്റക്കൊറ്റക്ക് കാണും എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. മനസ്സറിയണമെങ്കിൽ വ്യക്തിപരമായിട്ട് തന്നെ കാണണം. ഇപ്പോൾ തന്നെ MLA-മാർ പരസ്യമായി പരസ്യ പ്രസ്താവന നടത്തരുത്, ഈ രീതിയിലേക്ക് KPCC അധ്യക്ഷനോട് പറഞ്ഞിട്ടുണ്ട്. ആരെ പിന്തുണക്കുന്നു ആരെ പിന്തുണക്കുന്നില്ല, ഈ കാര്യങ്ങൾ ഒരു പരസ്യ പ്രസ്താവന പാടില്ല എന്ന വ്യക്തമായ നിർദ്ദേശം കോൺഗ്രസ് ഹൈക്ക് ഇന്നത്തെ യോഗത്തിന് ശേഷം കേരളത്തിലെ KPCC അധ്യക്ഷന് നൽകിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ MLA-മാരെ സംബന്ധിച്ചോളം നിരീക്ഷകരോട് സംസാരിക്കുന്ന കാര്യമുള്ളൂ. നിരീക്ഷകരുമായിട്ട് കാണുന്നതിന് മുമ്പ് തങ്ങളുടെ നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാക്കരുത് എന്നൊരു നിർദ്ദേശം KPCC ഇന്ന് നൽകുമെന്നാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. ഏതായാലും രമേശ് ചെന്നിത്തല ഖാർഗെയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ നേരത്തെ VD സതീശൻ നേരിട്ട് തന്നെ ടെലിഫോണിൽ വിളിച്ചിരുന്നു. VD സതീശനെ ഖാർഗെ വിളിച്ച് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ അഭിനന്ദിച്ചിരുന്നു. ഈ സാഹചര്യത്തിലും കൂടിയാണ് ഖാർഗെ നേരിട്ട് കാണാൻ രമേശ് ചെന്നിത്തല എത്തിയിരിക്കുന്നത്. കാരണം ഖാർഗെക്ക് VD സതീശൻ നേരിട്ട് വിളിക്കുകയും ആ സമയത്ത് ഖാർഗെക്ക് ഒരു സോഫ്റ്റ് കോർണർ VD സതീശൻ ഉണ്ടോ എന്നൊരു സംശയം കൂടി ഈ കൂടിക്കാഴ്ചയൊക്കെ ഉണ്ട്. കാരണം രാവിലെ കൂടിക്കാഴ്ച നടത്താതെ ഖാർഗെ ഇപ്പോഴാണ് രമേശ് ചെന്നിത്തല ഒറ്റയ്ക്ക്, അതായത് 1-to-1 മീറ്റിംഗ് നടത്തുന്നത്. ഇപ്പോൾ അരമണിക്കൂറിലേറെയായി രമേശ് ചെന്നിത്തല ഖാർഗെയുമായി സംസാരിക്കുന്നത്. ഏതായാലും തൻ്റെ അവകാശവാദത്തിന് പിറകോട്ടില്ല. കാരണം കേരളത്തിൽ മുഖ്യമന്ത്രിയാവാൻ ഏറ്റവും അനുയോജ്യൻ താനാണ് എന്ന കാര്യത്തിൽ ഉള്ള വിശദീകരണം. ഏകപക്ഷീയമായ ഒരു തീരുമാനത്തിലേക്ക് രാഹുൽ പോകുന്നില്ല. രാഹുൽ കൃത്യമായി എല്ലാ MLA-മാരുടെയും മനസ്സറിഞ്ഞ് ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും രാഹുൽ ഗാന്ധിയുടെ ഒരു തീരുമാനം.
അതെ, അതുതന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുമാത്രം MLA-മാർ മാത്രമല്ല, മുതിർന്ന നേതാക്കൾ, KPCC മുൻ അധ്യക്ഷന്മാർ, ഇവരുടെ അഭിപ്രായം കൂടി തേടണമെന്ന് നിരീക്ഷകർക്ക്, പ്രത്യേകിച്ചും AK ആന്റണിയുടെ അഭിപ്രായം തേടണമെന്ന് വ്യക്തപരമായിട്ട് തന്നെ യോഗത്തിന് ശേഷം നിരീക്ഷകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. AK ആന്റണിയുടെ നിലപാട് ഇക്കാര്യത്തിൽ വളരെ വലിയ ഒരു നിർണായകമായിരിക്കും. രാഹുൽ ഗാന്ധിക്ക് AK ആന്റണി കാരണം KC വേണുഗോപാൽ ഇതിലൊരു കക്ഷിയാണ്. അപ്പോൾ രമേശ് ചെന്നിത്തല ഇതിലൊരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് മത്സരിക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും ഇതിൽ AK ആന്റണി പിള്ള ഒരു നേതാവിൻ്റെ ആരൊക്കെ അദ്ദേഹം ഇപ്പോൾ രമേശ് ചെന്നിത്തല ഇപ്പോൾ കൂടിക്കാഴ്ച കഴിഞ്ഞ് പുറത്തിറങ്ങുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കാണാൻ. രമേശ് ചെന്നിത്തല ഇപ്പോൾ കൂടിക്കാഴ്ച കഴിഞ്ഞ് രമേശ് ചെന്നിത്തല പുറത്തിറങ്ങുകയാണ്. അപ്പോൾ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്ന കാര്യം നമുക്ക് ചോദിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഖാർഗെയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രമേശ് ചെന്നിത്തല പുറത്തേക്ക് വരികയാണ്. സംസാരിക്കട്ടെ.